അനാധിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. ദൈവനാമം മുഖത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, നമ്മുടെ കർത്താവ് വരാറായി. കർത്താവ് എത്രയും വേഗം കർത്താവെ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച പോലെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവെ വരയണമേ എന്ന് നമുക്കും കർത്താവിനോട് പറയാം. എന്നാൽ അങ്ങനെ കർത്താവിനോട് കർത്താവെ വേഗം വരയണമേ എന്ന് അല്ലെങ്കിൽ വരയണമേ എന്ന് പറയണമെങ്കിൽ നാം ഒരുങ്ങിയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് വേഗം വരയണമേ എന്ന് പറയുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. ഏതൊക്കെ തരത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമതായിട്ട് നാം ഉണർന്നിരിക്കണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നാം ഉണർന്നിരിക്കണം. മരിച്ച അവസ്ഥയിൽ നിന്ന് നാം ഉണർന്നിരിക്കണം എന്ന് നാം കണ്ടു. രണ്ടാമതായി നാം ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ട് ഒരുങ്ങിയിരിക്കണം. അശുദ്ധിക ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ശുദ്ധീകരണമുള്ളവരായി നമ്മുടെ കർത്താവ് വിശുദ്ധനാകുന്ന പോലെ നാം വിശുദ്ധരായിട്ട് കർത്താവിനായിട്ട് ഒരുങ്ങിയിരിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കിയിട്ട് പോയിരിക്കുന്നത് വെറുതെയല്ല, നമ്മൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, തൻ്റെ രക്തം കൊടുത്ത് അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ അവകാശികളായി. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം അവനായി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിനായി പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രധാനമായ 3 കാര്യങ്ങളാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ടുള്ളത് സൽപ്രവൃത്തി ചെയ്യുക. രണ്ടാമതായിട്ടുള്ള സുവിശേഷം മറ്റുള്ളവരോട് പറയുക, അത് നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ്. മൂന്നാമതായിട്ട് താലന്തുകളെ കൊണ്ട് വ്യാപാരം ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് സൽപ്രവൃത്തിയെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം. എഫെസ്യ ലേഖനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ ആവുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അതെ, നാം രക്ഷിക്കപ്പെട്ടത്, നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നത്, സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് തീർന്നത്, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയത്, ഇതൊന്നും നാം ഒന്നും ചെയ്തിട്ടല്ല, നാം ഒന്നും കൊടുത്തിട്ടല്ല ദൈവത്തിന്. കർത്താവെല്ലാം ഒരുക്കി കൃപയാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അടുത്ത വാക്യം പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ ഈ ലോകത്തിൽ നമ്മെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ സൽപ്രവൃത്തിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിച്ചെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാമും സൽപ്രവൃത്തി ചെയ്യേണ്ടത് ആവശ്യമാണ്. കഷ്ടപ്പെടുകയും പട്ടിണി അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം നാം ചിലവാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിലവിട്ട പലരെയും ദൈവം അനുഗ്രഹിക്കുന്നവരായും അവരുടെ പേരുകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് കാണാം. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരോ അതോ സഹോദരിമാരെ നാം അതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യുന്നവരാണോ? കർത്താവ് ഈ ലോകത്തിലായിരുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് അനേകം സൽപ്രവൃത്തികൾ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5 അപ്പം കൊണ്ട് 5000 ദൈവമായിരുന്നു. അതുകൊണ്ട് പട്ടിണി അനുഭവിക്കുന്ന അവരെ കാണുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ട് കാണും. കുഷ്ഠരോഗികളെ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് തൊട്ട് അവരെ സൗഖ്യമാക്കുന്നു. കർത്താവ് സർവ്വശക്തനാണ്. കർത്താവിന് സൽപ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് സൽപ്രവൃത്തി ചെയ്യുകയും തൻ്റെ അടുക്കൽ വരുന്നവരെ ആരെയും നിരാശരായിട്ട് വിടാതെ
അവരെ എല്ലാം ആശ്വസിപ്പിക്കുന്നവനും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും കർത്താവ് സൽപ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മക്കളായ ഇവിടെ നാം കണ്ടത് നമ്മളെ സൽപ്രവൃത്തികളായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ ദൈവം സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നാം സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മിൽ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ര യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു. അവിടെ എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടി ഉള്ളപ്പോൾ കൊടുത്ത കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അവൾ വളരെ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൾക്ക് ഈ ലോകത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടി. പത്രോസ് അവളെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് കർത്താവിൻ്റെ ശക്തിയാൽ പത്രോസ് കർത്താവിൻ്റെ നാമത്തിൽ അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ്. നമ്മുടെ പിതാവ് സൽഗുണപൂർണ്ണനാകുന്നത് പോലെ നാമും സൽഗുണപൂർണരായിട്ട് തീരണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നാം ഈ ലോകത്തിൽ ജീവിച്ചു, നാം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് നമ്മുടെ ജീവിതം തീർന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിക്കാതെ നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് തന്നിരിക്കുന്ന ധനം കൊണ്ട്, നമ്മുടെ സൗകര്യം കൊണ്ട്, നമ്മുടെ പൊസിഷൻ കൊണ്ട്, ഇതുകൊണ്ടെല്ലാം നമ്മൾ കർത്താവിനെ സൽപ്രവൃത്തികൾ ചെയ്യണം, കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഉടനീളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട അനേകം നാളുകളായല്ലോ. അതുകൊണ്ട് എന്നിട്ട് നാം എത്ര സത്പ്രവൃത്തികൾ ചെയ്തവരാണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമുക്ക് തീത്തോസിൻ്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്, നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികൾ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ഇവിടെ പറയുന്ന സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീത്തോസ് 3:8 വാക്യത്തിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം. ആദ്യം പറഞ്ഞു സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കണം. ഇവിടെ രണ്ടാമത് പറയുന്നതായിട്ട് സൽപ്രവൃത്തികൾക്ക് ഉത്സാഹികളായിരിക്കണം എന്ന് കാണുന്നു. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ പറയുന്നുണ്ട്, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാത്ത അത് ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിക്കാം. പ്രിയ സഹോദരിമാരെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന സൽപ്രവൃത്തി നാം കണ്ടല്ലോ. അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് തന്നെ നിങ്ങളെ സൽപ്രവൃത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് കണ്ടു. അതുകൊണ്ട് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സൽപ്രവൃത്തികൾക്ക് മാതൃകയായിട്ടിരിക്കണം. അതുപോലെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ധനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സൽപ്രവൃത്തികൾക്ക് മാതൃകയായിക്കൊണ്ട് സൽപ്രവൃത്തികൾ ശുഷ്കാന്തി ഉള്ളവരായിട്ട് ഉത്സാഹികളായിട്ട് സൽപ്രവൃത്തിയിൽ മുമ്പരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഓരോ സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട്, വിരോധി നമ്മെ കൊണ്ട് ഒരു ദോഷവും പറയാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് സൽപ്രവൃത്തികൾ മുമ്പരായിട്ട് ശുഷ്കാന്തി ഉള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം, ഉലകത്തിൻ്റെ സ്ഥാപനം അതിനു മുൻപുമെൻ ധനം, ഉലകത്തിൻ്റെ സ്ഥാപനം
അതിനു മുൻപും എൻ ധനം ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. Good morning, sisters. James chapter 1 verses 19 and 20. Wherefore, my beloved brethren, let every man be swift to hear, slow to speak, slow to wrath. For the wrath of man worketh not the righteousness of God. To see more clearly, as we go on in our day-to-day lives, we may experience at times the desire to act quickly, especially during highly stressful situations where time is not on our side. However, I believe that it is in those times where we should learn to listen without judgment or interruption. The Bible teaches us to just be still and listen. For example, the account in 1 Kings chapter 3 verses 17 and onwards says, And the one woman said, O my Lord, I and this woman dwell in one house, and I was delivered of a child with her in the house. And this woman's child died in the night, because she overlaid it. And she arose at midnight, and took my son from beside me, while thine handmaid slept, and laid it in her bosom, and laid her dead child in my bosom. And the other woman said, Nay, but the living is my son, and the dead is thy son. And this said, No, but the dead is thy son, and the living is my son. Thus they spoke before the king. And the king said, Bring me a sword. And they brought a sword before the king. And the king said, Divide the living child in two, and give half to the one, and half to the other. Then spake the woman whose the living child was unto the king, for her bowels yearned upon her son, and she said, O my lord, give her the living child, and in no wise slay it. But the other said, Let it be neither mine nor thine, but divide it. Then the king answered and said, Give her the living child, and in no wise slay it. She is the mother thereof. And all Israel heard of the judgment which the king had judged, and they feared the king, for they saw that the wisdom of God was in him to do judgment. When we go through troubles and don't know where to turn to, if we listen to God's word today by reading the Bible, we may realize that the answer to what we were seeking is found there. God gives us the wisdom to be patient and listen first before jumping to conclusions, to be slow to speak and slow to wrath. We are not perfect, however, be sure to know that God will give you the peace and comfort that you need to keep going, and He is always there to accept you into His arms in the good as well as the bad. So take His words of wisdom to heart and see the gears of life take a turn in a direction you will never regret. May we sing this song together. Hide me now under your wings. Cover me within your mighty hand. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are king over the flood. I will be still, know you are God. Find rest, my soul, in Christ.
rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still, know you are God. Find rest, my soul, in Christ alone. Know His path in quietness and trust. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood, and I will be still, know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood, and I will be still, know you are God. I will be still, know you are God. May His name alone be glorified. Amen. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ.